എന്താടാ ഇതുവരെ നീ കുളിച്ചില്ലേ? ഇന്ന് ഓഫീസിലേക്ക് പോകുന്നില്ല? പോണം ചേച്ചി, ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് പോകുന്ന കരുതി. അതെന്താ, എന്താ കാര്യം? ഇന്ന് ഞങ്ങളുടെ ഒരു ഓഫീസ് കൊളീഗിന്റെ കല്യാണമാണ്. അത് അറ്റൻഡ് ചെയ്തിട്ട് അതിനുശേഷം ഓഫീസിൽ പോകാന്ന് കരുതി. ചേച്ചി എന്നോട് കല്യാണത്തിന് വരുന്നോ? നിന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഞാൻ എന്തിനാ? നീ പോയിട്ട് വാ. ശരി, അത് വിട്ടേക്ക്. എനിക്ക് ചേച്ചി ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ പറയാനുള്ളേ? പറഞ്ഞു. അതല്ല ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷമാകുന്നു. ഉം. വേറെ കല്യാണം കഴിക്കാൻ എല്ലാവരും നിർബന്ധിക്കുമ്പോ ചേച്ചി എന്നെ പിടികൊടുക്കുന്നേയില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ചേച്ചി? എടാ, കല്യാണം കഴിക്കുന്ന അച്ഛനും അമ്മയും ടോർച്ചർ ചെയ്യുന്നോണ്ടാ ഞാൻ ഇവിടെ വന്ന് നിന്റെ കൂടെ താമസിക്കുന്നേ. ഇപ്പൊ നീ അതേ ചോദ്യം തന്നെ ചോദിക്കാൻ തുടങ്ങിയോ? നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ എവിടേക്കെങ്കിലും പോവാം. എവിടെയെങ്കിലും പോകും പറഞ്ഞാൽ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ടേക്കെങ്കിലും പോയിക്കോളാം, നീ വിട്ടേക്ക്. എത്രയോ ഹോസ്റ്റൽ ഉണ്ടല്ലോ, അവിടെ പോയി താമസിക്കാം. അവിടെ പോയാൽ ആരും കല്യാണക്കാരും ചോദിച്ചോണ്ട് വരില്ലല്ലോ. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ? അതിന് മാത്രം വയസ്സൊന്നും ആയില്ലല്ലോ ചേച്ചിക്ക്. ഇപ്പോഴേ തനിച്ചാണെന്ന് പറയാൻ വല്ല പ്രാന്തമുണ്ടോ ചേച്ചിക്ക്? ചേച്ചിയുടെ ഭർത്താവ് മരിച്ചുപോയെന്ന് പറഞ്ഞ് അതോടെ ചേച്ചിയുടെ ജീവിതം തീർന്നാണോ? ഇനിയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി ചേച്ചി. എന്താന്നറിയില്ല, അങ്ങേര് മരിച്ചപ്പോ തന്നെ കല്യാണത്തിനോടുള്ള താല്പര്യമൊക്കെ പോയതാ. ഇനിയൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു. നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ, അതിരിക്കട്ടെ, ചേച്ചി ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോണോടാ, ഇവിടുന്ന് 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, ഞാൻ ആ. പോയിക്കോളാം. എടാ, ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, കുടിച്ചിട്ട് പോണേ. കുടിക്കാം. ഒന്ന് കുളിച്ചിട്ട് വരട്ടെ ചേച്ചി. ശരിയെടാ. ഉം.